ഹായ് മക്കളെ, അങ്ങനെ 9 വർഷങ്ങൾ നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ അവസാനിക്കാനായി 10ാമത്തെ വർഷത്തിലേക്ക് എത്തുകയാണ്. നിങ്ങൾ ഈ 9 വർഷവും ടെൻഷൻ അടിച്ച കാര്യങ്ങൾ പോലെ അല്ല 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ മെൻ്റലി പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അടുത്ത വർഷം ഞാൻ 10ാം ക്ലാസ് ആണ്, അടുത്ത വർഷം നന്നായിട്ട് പഠിക്കും, ഈ വർഷം ഇങ്ങനെയൊക്കെ പോകട്ടെ എന്നൊക്കെ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അടുത്ത വർഷമാണെങ്കിൽ പോലും പല ആളുകളും അവസാനത്തിലേക്കാണ് പഠിക്കാനിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങളിപ്പോൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മാറിയ ടെക്സ്റ്റ് ബുക്ക്, ഒരുപാട് PYQs നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനില്ലാത്തത്, പാറ്റേണിലെ ചോദ്യ പാറ്റേണിലെ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങളെയും ബുദ്ധിമുട്ടാക്കാം. പക്ഷേ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. മറ്റൊന്നുമല്ല, സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചാണ്. നിങ്ങൾക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ പഠിച്ച ഏതൊരു കുട്ടിയോടും ഇനി അല്ലെങ്കിൽ സൈലത്തിൻ്റെ ക്ലാസ്സുകളുടെ കമൻറ്റുകൾ സെഷനിൽ പോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അസ്ത്ര ബാച്ചിനെ പറ്റി കുട്ടികൾ തോരാതെ സംസാരിക്കുന്നത്. അത്രയധികം കിടിലനായിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും പഠിപ്പിക്കുന്നത്. കൂടാതെ ഇൻസ്റ്റാലാണ്, മൈൻഡ് മാപ്പ്, പോൾ അറ്റാക്ക്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസുകൾ നിങ്ങൾക്ക് ഈ ബാച്ചിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാർ ഇതിനൊക്കെ ഒരുപാട് ഫീസ് ആവില്ല. ഒരിക്കലും ഇല്ലടാ. 3 ടൈപ്പിലാണ് നമ്മുടെ ബാച്ച് റൺ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക് പ്ലാൻ ആണ്. ഈ ബേസിക് പ്ലാനിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സുകളും ഒക്കെ നിങ്ങൾക്ക് സദാ പോലെ തന്നെ അവൈലബിൾ ആയിരിക്കും. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ദിവസം 1-2 ക്ലാസ്സുകൾ ഉണ്ടാവും. ഒരു സ്കൂളുകളെ ക്ലാസ്സുകളൊന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കും ഈ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കാണാം, അതിൻ്റെ നോട്ട്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ യൂണിറ്റ് എക്സാം കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. എന്നാൽ ബേസിക് പ്ലാനിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ളൊരു ബാച്ചാണ് പ്രോ ബാച്ച്. എന്താണ് ഈ പ്രോ ബാച്ച്? അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാലാണ്, അതേപോലെ മൈൻഡ് മാപ്പ്, വർക്ക്ഷീറ്റ് പോലത്തെ കുറച്ചും കൂടി അടിപൊളിയായുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആ ബാച്ചിൽ അവൈലബിൾ ആണ്. ഇതിന് എക്സ്ട്രാ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു 800-900 രൂപ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പറ്റും. പിന്നെ അൾട്രാ പ്രോ, അതായത് ഇൻഫിനിറ്റ് ബാച്ചാണ്. അതിൽ നിങ്ങൾക്ക് വരുന്നത് മെയിനായിട്ട് ഫാൽക്കൺ ബാച്ച്. അതായത് നിങ്ങൾക്കൊരു എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് IAS എക്സാം അങ്ങനെയൊക്കെ എഴുതണം, വലിയ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാച്ചാണ് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. അതിന് മാത്രമായിട്ട് 2000 സംതിങ് ഫീസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൻ്റെ കൂടെയാണ് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് 900 സംതിങ്ങിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 3 ബാച്ചിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സെക്കൻഡ് ബാച്ചാണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ബാച്ചിൽ വേണമെങ്കിൽ പ്രിഫർ ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ബാച്ചിലേക്ക് എപ്പോൾ പോകണം തോന്നണോ അന്ന് ആ എക്സ്ട്രാ ആയിട്ടുള്ള ചെറിയൊരു ഫീസ് അടിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് ബാച്ച് ഓപ്പൺ ആക്കി കിട്ടും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ എടുക്കുന്നത് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് ടീച്ചർ, അതായത് 10ാം ക്ലാസ് ലീഡ് ചെയ്യുന്ന ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രോ ബാച്ചാണ്. അതായത് അതിൻ്റെ നടുവിലുള്ള ബാച്ചാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാര്യങ്ങൾ പറയുക. 10ാം ക്ലാസ് നമുക്ക് ഏറ്റവും മികച്ചതാക്കണം, 10ാം ക്ലാസ്സിൽ A+ നേടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഏറ്റവും മികച്ച റിസൾട്ടിന് വേണ്ടി സൈലം അസ്ത്ര ബാച്ച് ജോയിൻ ചെയ്യൂ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. എല്ലാ 9ാം ക്ലാസ്സിലെ മക്കൾക്കും നിങ്ങളുടെ 9ാം ക്ലാസ് എക്സാം ഏറ്റവും അടിപൊളിയാവട്ടെ. അതിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്.